KMFA ചാമ്പ്യൻസ് ലീഗ് ടോപ്പ് 10 ബർക്ക ജേതാക്കൾ. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാള വിഭാഗം വനിതാ ദിനാഘോഷം വിപുലമായി. ചരക്കുനീക്കം സുഗമമാക്കാൻ ഒമാന്റെ സംയുക്ത നീക്കം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. കേരള മസ്കത്ത് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ ഈ വർഷം നടന്ന സെവൻസ് ഫുട്ബോൾ സീസണിന് ആവേശകരമായ സമാപനം കുറിച്ച് KMFA ചാമ്പ്യൻസ് ലീഗ് പൂർത്തിയായി. മബേല അൽ ഷാദി ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ശക്തമായ നെസ്റ്റോ FC എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ടോപ്പ് 10 ബർക്ക കിരീടം സ്വന്തമാക്കിയത്. 2 ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിൽ KMFAക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത 31 ടീമുകളാണ് മാറ്റുരച്ചത്. ചാമ്പ്യന്മാരായ ടോപ്പ് 10 ബർക്കയ്ക്ക് കുമിൻസ് കാറ്ററിംഗ് MD റസാൻ ബിന്നേഴ്സ് ട്രോഫി സമ്മാനിച്ചു. റണ്ണേഴ്സിനുള്ള ട്രോഫി നെസ്റ്റോ FCക്ക് ടോപ്പ് 10 ബർക്ക MD ഹമീദ് നൽകി. ടൂർണമെന്റിലെ മികച്ച താരമായി ടോപ്പ് 10 ബർക്കയുടെ നിഷാമിനെ തെരഞ്ഞെടുത്തു. ബെസ്റ്റ് ഡിഫൻഡറായി ആകാശും മികച്ച ഗോൾ കീപ്പറായി നെസ്റ്റോയുടെ ഷിബിനും തെരഞ്ഞെടുക്കപ്പെട്ടു. ടോപ്പ് സ്കോർ പുരസ്കാരവും നിഷാം സ്വന്തമാക്കി. അതേസമയം ക്ലബ്ബുകളുടെ മാനേജർമാർക്കായി സംഘടിപ്പിച്ച പ്രത്യേക മത്സരത്തിൽ മാരാൻ FC ജേതാക്കളായി. ഈ സീസണിൽ ഉടനീളം നടന്ന വിവിധ ടൂർണമെന്റുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടോപ്പ് 10 ബർക്ക മസ്കത്തിലെ ഈ വർഷത്തെ മികച്ച ടീമായി മാറി. നിലവിലെ സീസണിലെ മികച്ച കളിക്കാരനായി നേതാജി FCയിലെ നിഹാലിനെയും മികച്ച ഗോൾ കീപ്പറായി ടോപ്പ് 10 ബർക്കയുടെ അച്ചുവിനെയും മികച്ച ഡിഫൻഡറായി നേതാജിയിലെ മുനവറിനെയും തെരഞ്ഞെടുത്തു. പുതിയ സീസണിലേക്കുള്ള കളിക്കാരുടെ രജിസ്ട്രേഷനും ട്രാൻസ്ഫറുകളും ആരംഭിച്ചതായി KMFA അറിയിച്ചു. സെപ്റ്റംബർ മുതൽ പുതിയ സീസണിലെ മത്സരങ്ങൾ ആരംഭിക്കും. ഈ വർഷം 30ാം വാർഷികം ആഘോഷിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു. അഹ്ലി സിദാബ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടി കലാപരിപാടികളാലും വനിതകളുടെ സജീവ പങ്കാളിത്തത്താലും ശ്രദ്ധേയമായി. മലയാള വിഭാഗം കൺവീനർ താജ് മാവേലിക്കര അധ്യക്ഷനായ ചടങ്ങ് പ്രശസ്ത സിനിമ സീരിയൽ നടി നീന കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ISU ജനറൽ സെക്രട്ടറി ഷക്കീർ കോമോത്തും വനിതാ വിഭാഗം സെക്രട്ടറി ടീന ബാബുവും സംസാരിച്ചു. തുടർന്ന് കൺവീനർ താജുദ്ദീൻ ഉപഹാരം നൽകി നീന കുറുപ്പിനെ ആദരിച്ചു. കോ കൺവീനർ രമ്യ ഡെൻസിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി നീതു ജെയ്സൺ നന്ദിയും രേഖപ്പെടുത്തി. പരിപാടിയുടെ ഭാഗമായി വനിതാ വിഭാഗം അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ പ്രേക്ഷകരുടെ കയ്യടി നേടി. മാനേജ്മെന്റ് അംഗങ്ങളായ അനീഷ് ജി പിള്ള, സതീഷ് കുമാർ, സജിമോൻ, കൃഷ്ണേന്ദു, വിനോജ് വിൽസൺ, സുനിൽ കുമാർ, കൃഷ്ണൻ നായർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിവിധ ഗൾഫ് തുറമുഖങ്ങളിൽ നിന്ന് ഒമാനിലേക്കുള്ള ചരക്കുനീക്കം കൂടുതൽ വേഗത്തിലാക്കാനും നിലവിലെ തടസ്സങ്ങൾ പരിഹരിക്കാനുമായി ഒമാൻ സർക്കാർ സംയുക്ത നടപടികൾ ശക്തമാക്കി. വാണിജ്യ, വ്യവസായ, നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രാദേശിക ഏജൻസികളുമായി സഹകരിച്ചാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നത്. കസ്റ്റംസ് പരിശോധനകൾ ലളിതമാക്കുകയും ചരക്കുകളുടെ സുഗമമായ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് പ്രത്യേക സംവിധാനങ്ങളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കസ്റ്റംസ് നടപടികളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് ദുബായ് കസ്റ്റംസുമായി 80018886@dubaicustoms@ae എന്ന ഇമെയിൽ വഴിയോ 9718001886 എന്ന ഹോട്ട്ലൈൻ നമ്പറിലോ ബന്ധപ്പെടാം. ജബൽ അലി തുറമുഖം, മറ്റ് സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ customs@dpworld.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാം. ഒമാൻ വാണിജ്യ മന്ത്രാലയവുമായി ബന്ധപ്പെടാൻ ബാധിക്കപ്പെട്ട ചരക്കുകളുടെ വിവരങ്ങൾ, ഷിപ്പിംഗ് കമ്പനിയുടെ പേര്, ഉൽപ്പന്നങ്ങളുടെ തരം എന്നിവയുൾപ്പെടെയുള്ള എല്ലാ രേഖകളും c@office@tejara.gov.om എന്ന ഇമെയിലേക്ക് അയക്കണം. നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഫോം പൂരിപ്പിച്ച് നൽകിയാൽ അധികൃതർ ബന്ധപ്പെട്ട വകുപ്പുകളുമായി നേരിട്ട് ഏകോപനം നടത്താൻ സാധിക്കും. അതേസമയം റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ്, പൊതു സാമ്പത്തിക സ്വതന്ത്ര മേഖല അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് ട്രക്കുകളുടെ വരവും പോക്കും കൂടുതൽ സുഗമമാക്കാനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. 1W പ്ലാറ്റ്ഫോം വഴി ചരക്ക് ഗതാഗത വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ട്രക്കുകളുടെ നീക്കം ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുകയും ചെയ്യും. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്ന ട്രക്കുകൾക്കായി പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് ലൈനുകളും അനുവദിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 7 ദിവസവും 24 മണിക്കൂറും തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു. റോഡ് ഗതാഗത സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന എല്ലാവരും ഈ നടപടികളോട് സഹകരിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇത് സംബന്ധിച്ചുള്ള പുതിയ മാറ്റങ്ങൾ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ചാനലുകൾ വഴി യഥാസമയം അറിയിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ഓഫീസുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്ക് നിരോധനം ഏർപ്പെടുത്തി. ആദ്യഘട്ടമായി പരിസ്ഥിതി അതോറിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിലാണ് കർശന നിയന്ത്രണം നടപ്പാക്കുന്നത്. ദേശീയ സുസ്ഥിരതാ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അതോറിറ്റിയുടെ ഈ പുതിയ ചുവടുവെപ്പ്. പുനരുപയോഗിക്കാവുന്ന കുപ്പികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ഓഫീസുകളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ജീവനക്കാരിലും സന്ദർശകരിലും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ശക്തമാക്കുന്നതിനും ഈ നടപടി സഹായകരമാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പ്ലാസ്റ്റിക് ഉപഭോഗം പരമാവധി കുറയ്ക്കുക എന്ന അതോറിറ്റിയുടെ വിപുലമായ നയത്തിന്റെ ഭാഗമായാണ് നടപടി. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.